മാർക്കിംഗ് ബാക്ക് നെക്ക് ലെങ്ത് 4 ഇഞ്ച്, ഷോൾഡർ 13 ഇഞ്ച് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ഫുൾ ഷോൾഡർ ആണ് 13 ഇഞ്ച് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 13 ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും നോക്കാം. 13 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.5 ആണ്. ഇത് ഒരു സൈഡിലേക്കുള്ള ഷോൾഡർ ആണ് 6.5. പക്ഷെ ഈ 6.5 തന്നെ നമ്മൾ എടുത്ത് അടയാളപ്പെടുത്താൻ പാടില്ല. അതിനു വേണ്ടി സ്റ്റിച്ചിങ് ക്ലാസ് 1 ഞാൻ ബാക്ക് നെക്ക് ലെങ്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഷോൾഡർ വരുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിലുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ചുരിദാർ ക്ലാസ് 2 ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്കിവിടെ 6.5 കിട്ടിയില്ലേ? നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത് ഇവിടെ എത്ര കൊടുത്തേക്കണേ? 4 ആണ്. ഇവിടെ ബാക്ക് നെക്ക് ലെങ്ത് 4 ആണെങ്കിൽ കിട്ടിയ ഷോൾഡർ നമ്മൾ എത്ര കുറയ്ക്കണം? 1/2 ഇഞ്ച് കുറയ്ക്കണം. ഇവിടെ 6.5 എന്നുള്ളത് നമ്മൾ 6.5-ന്ന് 1/2 ഇഞ്ച് കുറയ്ക്കുക. അപ്പൊ നമുക്ക് 6 ഇഞ്ച് കിട്ടി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പൊ ബാക്ക് നെക്ക് ലെങ്ത് നമ്മൾ 2 ഇഞ്ചാണ് കൊടുത്തേക്കണേ എന്നുണ്ടെങ്കിൽ ഈ 6.5-യുടെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്യേണ്ടി വരും. 3 ഇഞ്ചാണെങ്കിൽ 1/4 ഇഞ്ചാണ് ഈ 6.5-ന്ന് കുറയ്ക്കേണ്ടി വരിക. അപ്പൊ അതിന്റെ ഡീറ്റെയിലുകൾ സ്റ്റിച്ചിങ് ക്ലാസ് 1-ലും 2-ലും ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അടുത്തത് ചെസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ഒരു 31 ഇഞ്ചാണെന്ന് വിചാരിക്കാം. 31 ഇഞ്ചാണെങ്കിൽ നമ്മൾ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 11 അതിന്റെ ഡീറ്റെയിലുകൾ ഫുള്ളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. ചുരിദാറിന്റെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പൊ ഒരു ആൻസർ കിട്ടും. അതിലൂടെ ലൂസ് എത്രയാണോ കൊടുക്കുന്നത്, 1/2 ഇഞ്ചെങ്കിൽ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് 1 ഇഞ്ച് വരെ കൊടുക്കുന്നവരുണ്ട്. ലൂസ് എത്രയാന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ സീം അലവൻസ്, തയ്യൽ തുമ്പ് കുറഞ്ഞത് 1 ഇഞ്ചെങ്കിലും കൊടുക്കണം. ചിലര് 1.5-2 ഇഞ്ചോളം കൊടുക്കുന്നുണ്ട്. ഒരു 1 അല്ലെങ്കിൽ 1.5 അതിൽ കൂടുതൽ വേണമെന്നില്ല. തുടക്കക്കാരെപ്പോഴും 1.5-2 ഇഞ്ചോളം ഇട്ട് തയ്ച്ചു പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ നമുക്ക് അഴിച്ച് ശരിയാക്കാൻ പറ്റും. റൗണ്ട് ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസറിന്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടിയേ? 31 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 31 ഡിവൈഡ് ബൈ 4 ചെയ്യാം. 31 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7.25 ഇഞ്ചാണ് കിട്ടുന്നത്. അതിന്റെ കൂടെ എത്രയാണ് ലൂസ് കൊടുക്കണേ? 1/2 ഇഞ്ച്, 1/4 ഇഞ്ച്, 1 ഇഞ്ച് വരെ ലൂസ് കൊടുക്കുന്നവരുണ്ട്. ഞാൻ ഇവിടെ ഒരു 1/2 ഇഞ്ച് ലൂസ് കൊടുക്കാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ചോളം വരെ കൊടുക്കുന്നുണ്ട്. ഈ 2 ഇഞ്ച് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ സൈഡ് ചിലപ്പോൾ ചുരുണ്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ തുടക്കക്കാർ എപ്പോഴും ഒരു 1.5 ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പ് ഇട്ട് പഠിക്കാം. അത് കഴിഞ്ഞാൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും മതിയാകും. അതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 31 ഡിവൈഡ് ബൈ 4 ചെയ്തപ്പോ നമുക്ക് 7.25 കിട്ടി. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 9.25 കിട്ടി. ഇതാണ് നമ്മുടെ ചെസ്റ്റ് അടയാളപ്പെടുത്താനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ആം റൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 16 ഇഞ്ചാണെന്ന് വിചാരിക്കാം. ഇത് എങ്ങനെയാണ് ഇതിന്റെ അളവ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് എന്നുള്ളത് ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 5 എങ്ങനെയാണ് അളവ് എടുക്കേണ്ടത് എന്നുള്ളതിന്റെ വീഡിയോ റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. ആം റൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 16 ഇഞ്ചാണ്. ആ 16 ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8 ഇഞ്ച്. 8 ഇഞ്ചിലാണ് നമുക്ക് ആം റൗണ്ട് കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ. ചിലപ്പോൾ തികഞ്ഞൊന്നും വരില്ല, അല്ലെങ്കിൽ പിന്നെ വേറെ പേപ്പർ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഷോൾഡർ നമുക്ക് എത്ര വേണ്ടേ? 6 ഇഞ്ച് വേണം. ഇതിൽ ഞാൻ വരച്ചിട്ട് മനസ്സിലാവണില്ലെങ്കിൽ പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് വേറെ പേപ്പർ എടുത്ത് ഞാൻ കാട്ടിത്തരാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ 6 ഇഞ്ച് അടയാളപ്പെടുത്തി. നമുക്ക് ഷോൾഡർ നമ്മൾ പറഞ്ഞ ബാക്ക് നെക്ക് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്താണ് ഷോൾഡർ വരുന്നത്. ഷോൾഡർ എനിക്ക് കിട്ടിയിരിക്കുന്നത് 6 ഇഞ്ചാണ്. അത് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് 6 ഇഞ്ച് അടയാളപ്പെടുത്തി. ആം ഹോൾ എനിക്ക് എത്രയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ 6 ഇഞ്ച് തന്നെയാണ് ഞാനിപ്പോ ആം ഹോളായിട്ട് കൊടുക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഒരു ആം ഹോള് ഞാൻ 6 ഇഞ്ച് തന്നെ കൊടുത്തു, വരച്ചു. മനസ്സിലായി ഞാൻ വിചാരിക്കണേ. ഇത് നമ്മുടെ എന്തായിട്ടാണ്? ഇത് നമ്മുടെ ഷോൾഡർ നമ്മൾ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി. ഇവിടുന്ന് ഇവിടത്തോളം വരെ ഷോൾഡർ എത്ര അടയാളപ്പെടുത്തി? 6 ഇഞ്ച് അടയാളപ്പെടുത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് നമ്മൾ എന്ത് അടയാളപ്പെടുത്തി? ആം ഹോള്
അടയാളപ്പെടുത്തി. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ആം ഹോൾ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് വരും? നെക്ക് വരും. നെക്ക് ഇപ്പൊ ഇവിടെ ഒരു 3 ഇഞ്ചാണ് നെക്ക് എടുത്ത് കൊടുക്കണേ എന്നുണ്ടെങ്കിൽ അതെ ഇവിടെ 3 ഇഞ്ച് വരും. ഫ്രണ്ട് നെക്ക് ലെങ്ത് എത്രയാണ് നിങ്ങൾ കൊടുക്കണേ? ഞാൻ ഇപ്പൊ വെറുതെ ജസ്റ്റ് ഒരു 5.5 ഇഞ്ച് ജസ്റ്റ് അടയാളപ്പെടുത്താണ്. ഡൗട്ട് പെട്ടെന്ന് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതുമുള്ളൂ. ഇതെന്താണ്? ഇത് നമ്മുടെ നെക്കായിട്ട് വരും. ഇത് നമ്മുടെ എന്തായിട്ട് വരും? ആം ഹോൾ ആയിട്ട് വരും. ഇപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയെന്ന് വിചാരിക്കണേ. ഈ സൈഡ് ഫോൾഡ് ആയിരിക്കും. ഇവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആം ഹോൾ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ എത്രയാണ് നമ്മള് ആം ഹോൾ അടയാളപ്പെടുത്തത്? 6 ഇഞ്ച് അല്ല, അതിന്റെ പകുതി കാണാം. അതിന്റെ പകുതി വന്നപ്പോ എത്രേ? 3 ഇഞ്ച് വന്നു ഇല്ലേ? ഇനിയുള്ളത് നമ്മൾ ചെസ്റ്റ് റൗണ്ട് നമുക്കിവിടെ 31 ഇഞ്ച് അല്ലേ? അപ്പൊ നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് 9.25 31/4 ചെയ്തു. കിട്ടിയ ആൻസറിന്റെ കൂടെ ലൂസും തയ്യൽ തുമ്പ് ആഡ് ചെയ്തപ്പോ നമുക്ക് 9.25 കിട്ടി. ആ 9.25 നമ്മൾ ഇവിടുന്ന് ഇവിടേക്ക് അടയാളപ്പെടുത്തി. ഇതാണ് നമ്മുടെ 9.25 വരുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? അതായത് ശരിക്കും ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് 7.25 ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? 1/2 ഇഞ്ച് നമ്മൾ എന്ത് അടയാളപ്പെടുത്തി? ലൂസ് അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് ഇവിടത്തോളം വരെയാണ് ബോഡിയിൽ നിന്നെടുത്ത അളവ്. അതായത് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈ 7.25 ഇവിടുന്ന് ഇവിടത്തോളം വരെയാണ് വരുന്നത്. ഈ 1/2 ഇഞ്ച് ലൂസാണ്. പിന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കുന്നത്. 1 ഇഞ്ച് സീം അലവൻസ്. അതാണ് ഇപ്പത്തെ അടയാളപ്പെടുത്തിയേക്കുന്നത്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് നമ്മുടെ മിഡ് പോയിന്റ് ആണ്. അതായത് ഇവിടുന്ന് ഇവിടത്തോളം വരെ 6 ഇഞ്ചാണ് കിട്ടിയത്. അതിന്റെ നേർപകുതി മിഡ് പോയിന്റ്. ഈ മിഡ് പോയിന്റും നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത അളവില്ലേ, അതായത് 7.25 വരുന്ന പോയിന്റ്, ഇതുകൾ തമ്മിൽ ഒരു കേർവ് വരയ്ക്കണം. ഇതിനെ പറയുന്നതാണ് ഫ്രഞ്ച് കേർവ്. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെ ഈ 2 പോയിന്റുകൾ തമ്മിൽ, അതായത് ബോഡിയിൽ നിന്ന് വരുന്ന കറക്റ്റ് ആയിട്ട് ബോഡിയിൽ നിന്ന് കിട്ടുന്ന അളവും ഇതിന്റെ മിഡ് പോയിന്റും തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് വെക്കുമ്പോൾ വെച്ചാല് ഈ ഭാഗം ഇങ്ങനെ ഈ വരയോട് ചേർന്ന് വേണം വരാനായിട്ട്. ഉണ്ടോ? ഇങ്ങനെ വരണം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കേർവ് ഭാഗം ഇതാണ് നമ്മള് വരച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരച്ചു വരുന്നത്. ആ വരയോട് ചേർന്ന് നിൽക്കണം. ഇവിടുത്തെ ഈ പോയിന്റും തമ്മിൽ കൂട്ടി കിട്ടത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാം. ഉണ്ടാ അത് അങ്ങനെ വരയ്ക്കാൻ പറയുന്ന ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ഇങ്ങനെ എന്താ പറയാ ഈ വരച്ചേക്കണ വരയോട് ഇങ്ങനെ ചേർന്ന് വേണം ഇങ്ങനെ പോവാനായിട്ട്. അല്ലാണ്ട് ലൂസിലേക്ക് ഇങ്ങനെ കറക്റ്റ് പോയിന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരയ്ക്കാൻ പറയുന്നത്. ഫ്രഞ്ച് കേർവ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലൂസ് വരെയുള്ള ഭാഗമില്ലേ, അതായത് ബോഡിയിൽ നിന്നെടുത്ത അളവാണ് 7.25 അടയാളപ്പെടുത്തിയേക്കുന്നത്. അതിന്റെ ഇപ്പുറത്ത് നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ ലൂസ് കൊടുത്തു. ചിലവർ 1/2 ഇഞ്ചാകാം, 3/4 ഇഞ്ചാകാം, 1 ഇഞ്ചാകാം, എത്രയാണോ വെച്ചാൽ അത്രയും ആ ലൂസ് വരെയുള്ള അത്രയും ഭാഗം എന്തോരുണ്ടെന്ന് അളന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ അളന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 2.25 വരുന്നത്. 2.25 ഇഞ്ചിന്റെ നേർപകുതി എത്രയാന്ന് നോക്കാം. 2.25 ഇഞ്ചിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1.1 വരുന്നത്. 2.25 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 1.12 വരണത്. ആ കിട്ടണത് നമ്മൾ ഈ കോർണർ ഉണ്ടല്ലോ, ഈ പോയിന്റിന് ഇങ്ങോട്ടേക്ക് 1.1 കറക്റ്റ് ആയിട്ട് വരുമ്പോൾ കിട്ടുന്ന മനസ്സിലാവണുണ്ടാ? ഇല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോ ഫ്രഞ്ച് കേർവ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആം റൗണ്ട് അടയാളപ്പെടുത്തണ്ടേ? അതെങ്ങനെ അടയാളപ്പെടുത്തും? നമ്മളുടെ ഇവിടുന്ന്, അതായത് ചെസ്റ്റ് റൗണ്ട് നമുക്കിവിടെ കിട്ടിയത് 7.25.
ഈ 7.25 കഴിഞ്ഞ് നമ്മൾ ലൂസ് എത്രയാണോ കൊടുത്തേക്കുന്നത്, ചിലർ 1/2 ഇഞ്ച് ആകാം, ചിലർ 3/4 ഇഞ്ച് ആകാം, ചിലപ്പോൾ 1 ഇഞ്ച് ആകാം. എത്രയാണോ ലൂസ് കൊടുത്തേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം തയ്യൽ തുമ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ലൂസ് വരെ ഉള്ളത് എന്തോരം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. അതായത് ഈ കോർണറിൽ നിന്ന് ഇവിടത്തോളം വരെ ഒന്ന് അളന്ന് നോക്കാം. 2.25 വരുന്നത് അല്ലെ, 2.25ന്റെ നേർപകുതി എടുക്കാം. 2.25 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 1.12 കിട്ടുന്നത്. ആ 1.1 അതായത് 1 ഇഞ്ചും 1 പോയിന്റും വരത്തക്ക രീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്താം. ഈ കോർണറിന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്താം. കണ്ടാ, നമ്മളിപ്പോ ഫ്രഞ്ച് കർവ് വെച്ച് വരച്ചേക്കുന്നതും നമ്മൾ എടുത്ത അളവ് വെച്ച് വരുന്നതും കറക്റ്റ് ഒരേ പോയിന്റ് ആണ്. കണ്ടാ, ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഈ മിഡ് പോയിന്റിൽ നിന്നും ഈ ഇപ്പൊ കിട്ടിയേക്കണ ഈ പോയിന്റും നമ്മുടെ ബോഡിയിൽ നിന്നും കിട്ടിയ അളവിലെ അത് തമ്മിൽ ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കാം. ഉണ്ടാ, വരയ്ക്കുമ്പോ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത ആ അളവിലേക്ക് വേണം വരച്ച് വന്നിട്ട് വേണം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവാനായിട്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ മുകളില് 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ വിടും ഇല്ലേ? ആ 1/2 ഇഞ്ച് ഇവിടെ അളയപ്പെടുത്താം. ഇവിടെയാണ് ആ 1/2 ഇഞ്ച് വരുന്നത്. ഈ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ അളന്ന് നോക്കണം. എന്ത്? ഈ ആം റൗണ്ട് നമുക്ക് ഇവിടെ 8 ഇഞ്ച് ഒരു സൈഡിലേക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അളന്ന് നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വരച്ചേക്കണം വര മാച്ച് ഒന്നെങ്കിൽ കയറ്റിയോ അല്ലെങ്കിൽ ഇറക്കിയോ വരയ്ക്കേണ്ടി വരും. നമുക്ക് ആം റൗണ്ട് 16 ഇഞ്ചിൽ കിട്ടിയ 16 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 8 ഇഞ്ച്. 8 ഇഞ്ച് ഇതുണ്ടോ നോക്കാം. എവിടത്തോളം വരെ? അതായത് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള 1/2 ഇഞ്ച് വിട്ടിട്ട് ഇവിടുന്ന് ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് അളന്ന് ഇവിടെ ലൂസ് വരെ, തയ്യൽ തുമ്പ് പാടില്ല, ലൂസ് വരെയുള്ള ഭാഗം നമ്മൾ അളന്ന് നോക്കാണ് ഈ ആം റൗണ്ട് 8 ഇഞ്ച് ഉണ്ടോ എന്നുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1/2 ഇഞ്ച് അല്ല, ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വരച്ചേക്കണ ഈ വര മുകളിലേക്കോ താഴേക്കോ കയറ്റിയോ ഇറക്കിയോ വരയ്ക്കേണ്ടി വരും. ഇപ്പൊ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള 1/2 ഇഞ്ച് വിട്ടിട്ട് ഞാനിങ്ങനെ അളന്ന് നോക്കാണ് 8 ഇഞ്ച് ഉണ്ടോ എന്നുള്ളത്. അളന്ന് നോക്കിയപ്പോ എനിക്കിത് 7 ഇഞ്ചേ ഉള്ളൂ. കണ്ടില്ലേ? ഈ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിക്കാൻ 1/2 ഇഞ്ച് വിട്ടു. എന്നിട്ട് ഞാനിങ്ങനെ അളന്നിങ്ങനെ വന്നപ്പോ കണ്ട എനിക്ക് 7 ഇഞ്ചേ ഉള്ളൂ. പക്ഷെ എനിക്ക് എത്ര വേണ്ടേ? 8 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 1/2 ഇഞ്ച് താഴേക്ക് ഇറക്കി വരയ്ക്കാണ്. ഇവിടെ നിന്ന് നേരെ താഴേക്ക് 1/2 ഇഞ്ച് ഞാൻ ഇറക്കി വരയ്ക്കും. അപ്പൊ ഞാൻ ഇതൊക്കെ മാറ്റിയാണ്, കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ട് ഇതൊക്കെ ഞാൻ ഇങ്ങനെ മാച്ചു. ഈ മിഡ് പോയിന്റ് നമുക്ക് വ്യത്യാസം വരും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ മിഡ് പോയിന്റ് ഞാൻ മാച്ചു. അപ്പൊ നമ്മളിവിടെ നമ്മൾ എത്ര എടുത്ത? 6 ആണ് നമ്മളെ ആം ഹോൾ ലെങ്ത് ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയത്. 6 എന്ന് പറഞ്ഞത് ഇപ്പൊ 6.5 ഇഞ്ച് ആയിട്ടുണ്ട്. മനസ്സിലായ? എന്നിട്ട് ഞാൻ ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരച്ചു. അപ്പൊ നമ്മൾ തുണിയിൽ വരയ്ക്കുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വരയ്ക്കണ ഭാഗം അത്ര തെളിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ വ്യത്യാസം വരാം. നമ്മൾ 2-3 ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഞാൻ ഈ വര മാച്ചു. കണ്ടില്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ഷോൾഡറിന്റെ ഈ പോയിന്റിൽ നിന്ന് ഇതിവിടത്തോളം വരുള്ളതിന്റെ എത്രയാണോ നോക്കാം. ഇപ്പൊ നമുക്ക് ഇപ്പൊ എത്രയാണ്? 6.5 അല്ലേ വന്നേക്കണേ? 6.5യുടെ 6.5 ഉണ്ട്. 6.5യുടെ നേർപകുതി കാണാം. 6യുടെ നേർപകുതി കണ്ടിട്ട് ഇതാണ് ഇതിന്റെ മിഡ് പോയിന്റ് വരുന്നത്. മനസ്സിലായില്ലേ? ഷോൾഡറിന് ഇവിടത്തോളം വരെയുള്ളത് എത്രയാണോ നോക്ക, അതിന്റെ നേർപകുതി കാണാം. ഇതാണ് ഇതിന്റെ പേര്. അപ്പൊ 6.5യുടെ പകുതി എത്ര വരണേ? 3.4. ഇപ്പൊ 3.4 ഇവിടുത്തെ മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ഇവിടെ ഇങ്ങനെയാണോ അടയാളപ്പെടുത്തി അതുപോലെ തന്നെ അടയാളപ്പെടുത്തുക.
ഇവിടുന്ന് എത്ര അടയാളപ്പെടുത്തണം? ഇവിടുന്ന് 7.25 അടയാളപ്പെടുത്തി. ബോഡിയിൽ നിന്നെടുത്ത അളവ് കണ്ട് 7.25. 1/2 ഇഞ്ച് നമ്മൾ എന്തടയാളപ്പെടുത്തി? ലൂസ് അടയാളപ്പെടുത്തി. 1 ഇഞ്ച് തയ്യൽ തുമ്പ്. മനസ്സിലായില്ലേ? ഇനി ഈ മിഡ് പോയിന്റും ഈ ബോഡിൽ നിർത്തിയേക്കണ ആ അളവും തമ്മിൽ കൂട്ടി നമ്മൾ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് വെച്ച് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഈ സൈഡ് എപ്പോഴും ഇങ്ങനെ ചേർന്നിരിക്കണം. ചേർത്ത് വെച്ചിട്ട് നമ്മള് ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചെടുക്ക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ പോണം. പോയിന്റ് പോലെ നിൽക്കരുത് ട്ടാ. ഇങ്ങനെ ചെറിയൊരു കർവോട് കൂടി ഇതിങ്ങനെ മേലോട്ട് വരയ്ക്കുക. ഇനിയിപ്പോ ഫ്രഞ്ച് കർവ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ലൂസ് വരെയുള്ള ഭാഗം എത്രയാണോ നോക്കാം. ഈ കോർണറിൽ നിന്ന് ലൂസ് വരെയുള്ളത് എത്രയാണോ നോക്കാം. എത്ര വരണേ? 2.25. 2.25ന്റെ പകുതി എത്രയാ? 1.1. ആ 1.1 കണ്ട 1 കറക്റ്റ് കണ്ട് നമ്മൾ ഈ വരച്ചേക്കണ ഈ പോയിന്റിലേക്ക് തന്നെ വരണേ അല്ലേ? അപ്പൊ ഈ മിഡ് പോയിന്റും ഇപ്പൊ കിട്ടിയേക്കണ ഈ പോയിന്റും ബോർഡിനെടുത്ത അളവും അനുസരിച്ച് നമ്മൾ ഇങ്ങനെ കർവ് വരയ്ക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് അളന്നു നോക്കണം. റൗണ്ട് 8 ഇഞ്ച് ഉണ്ടോ എന്നുള്ള അളന്ന് നോക്കാണ്. അളക്കുമ്പോൾ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള 1/2 ഇഞ്ച് വിട്ടിട്ട് ലൂസ് വരെയുള്ള ഭാഗം, സ്ലീം അലവൻസ് നമുക്ക് കൂട്ടണ്ട, ലൂസ് വരെയുള്ള ഭാഗമാണ് നമ്മൾ അളന്നു നോക്കുന്നത്. നമുക്ക് വേണ്ടത് എത്രയാണ്? 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇത് പെട്ടുണ്ടോ നോക്കാം. എട്ടില്ല, ഇതിപ്പോ 8 ഉള്ളു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1/2 ഇഞ്ചും കൂടി നമ്മൾ താഴേക്ക് ഇറക്കി നമ്മൾ വരയ്ക്കാണ്. അപ്പൊ അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് അളവ് ആം റൗണ്ട് കറക്റ്റ് ചെയ്യാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു തരി ചുളിവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഏത് ഡ്രസ്സാണെങ്കിലും, ബ്ലൗസ് ആയാലും ചുരിദാർ ആയാലും ഫ്രോക്ക് ആയാലും ഏത് തന്നെ ആണെങ്കിലും നല്ല വൃത്തിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ തയ്ച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എവിടെയാണ് നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആം റൗണ്ട് എവിടെ വരും, അല്ലെങ്കിൽ എന്തോരം ആം ഹോൾ ലെങ്ത് വേണം എന്നുള്ളതൊക്കെ നമ്മൾ സ്ഥിരം തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. പിന്നെ ഇത് എന്ത് ചെയ്യേണ്ട? നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ഓരോന്നെടുത്ത് കാട്ടി തരുന്ന എന്താന്ന് വെച്ച് തുടക്കക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇതിപ്പോ ഇതിന്റെ നേർപകുതി കണ്ടുപിടിക്കുക. ഇവിടെയാണ് ഇതിന്റെ പകുതി വരുന്നത്. ഇതാണ് ഇവിടുത്തെ മിഡ് പോയിന്റ് വരുന്നത്. ഈ പറഞ്ഞ പോലെ 7.25 ഇവിടെ വരും. 1/2 ഇഞ്ച് സീം അലവൻസ്, 1/2 ഇഞ്ച് ലൂസ് ഇവിടെ വരും. 1 ഇഞ്ച് സീം അലവൻസ് വരും. ഇത് ഇതേപോലെ തന്നെ ഈ പോയിന്റും തമ്മിൽ കൂട്ടി വരയ്ക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് വെച്ച് വരയ്ക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ലൂസ് വരെയുള്ള ഭാഗം ഇവിടുന്ന് ഇവിടത്തോളം വരെ ലൂസ് വരെ എത്രയാണോ നോക്കാം, അതിന്റെ നേർപകുതി എടുക്കുക. പകുതി വരുമ്പോ എത്ര വരും? ഇതിപ്പോ 2.25 ഉണ്ടല്ലോ, 2.25ന്റെ പകുതി 1.1. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 1.1 അടയാളപ്പെടുത്തുക. ഇവിടെയാണ് 1.1 വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ കൈകൊണ്ട് ഇങ്ങനെ വരയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് കൊണ്ട് വരയ്ക്കുക. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് വരച്ചെടുക്കാം. ഫ്രഞ്ച് കർവ് കൊണ്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇതിനോട് ചേർത്ത് വേണം വെക്കാനായിട്ട്. ചേർത്ത് വെച്ചിട്ട് വേണം നമുക്കിത് വരച്ചെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോ ഇങ്ങനെ ഒരു പോയിന്റ് ആണ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ വരച്ചെടുത്തു. എന്നിട്ട് നമുക്കിത് അളന്ന് നോക്കാം. അളന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? 1/2 ഇഞ്ച് ഷോൾഡർ വിട്ടിട്ട് ലൂസ് വരെയുള്ള ഭാഗമാണ് നമ്മൾ അളന്ന് നോക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ചെയ്യുമ്പോൾ അധികം തെളിപ്പിച്ച് വരയ്ക്കരുത് എന്ന് പറയണത്. ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. വേണ്ട, ഇതിപ്പോ കറക്റ്റ് 8 ഇഞ്ചോളം തന്നെയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വന്നു? ഷോൾഡർ നമ്മൾ എത്ര കൊടുത്തു? 6 ഇഞ്ച് ഷോൾഡർ കൊടുത്തു.
ആം ഹോൾ ലെങ്ത് നമ്മൾ 7 ഇഞ്ച് വന്നു. 7 ഇഞ്ച് വന്നത് കൊണ്ടാണ് നമുക്ക് ലൂസ് വരെയുള്ള ഭാഗം നമുക്ക് 8 ഇഞ്ചായിട്ട് കിട്ടിയത്. മനസ്സിലായില്ല? അളക്കേണ്ടത് എങ്ങനെയാണ്? ഷോൾഡറിന് അടിക്കാനുള്ള 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മള് ഇങ്ങനെ അളന്ന് എവിടത്തോളം വരെ അളക്കണത്? അളക്കേണ്ടത് നമ്മുടെ ലൂസ് വരെ. ഈ ലൂസ് വരെ എന്ന് പറയുന്നത് ബോഡിൽ നിന്നെടുത്ത അളവും അതിൻ്റെ ഒരു ലൂസ് എത്രയാണോ കൊടുത്തേക്കണേ ആ ലൂസ് വരെയുള്ള ഇവിടത്തോളം വരെയാണ് നമ്മൾ ആം റൗണ്ടിന് വേണ്ടി അളക്കേണ്ടത്. ഇത്ര കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണേ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം, എനിക്കറിയാവുന്ന രീതിയിൽ പറയാം. ഇങ്ങനെയാണ് വരുന്നത്, കണ്ടില്ലേ? ഇതിപ്പോ വരുന്നത് ഇതാണ് ആം ഹോള്, ഇതാണ് ആം ഹോൾ കർവ്. ഇവിടെയാണ് ലൂസ് വരുന്നത്, ഇവിടെ സീം അലവൻസ് വരും. ഇത് ബോഡിൽ നിന്നെടുത്ത അളവ്. ഇത് 1/2 ഇഞ്ച് ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയുള്ള 1/2 ഇഞ്ച്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.